ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞ് FSSAI ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് തടഞ്ഞു. ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ ഉദ്യോഗസ്ഥർ ഇറക്കി വിട്ടുവെന്ന് പരാതിയും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട്. പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ രംഗത്ത് വന്നു. 30 മുതൽ ഹോട്ടലുകൾ അടച്ചിടുമെന്നാണ് അവരുടെ നിലപാട്. ഇവിടെ ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങൾ കയറി പരിശോധന നടത്തി, പ്രത്യേകിച്ച് ഈ കുബാബയിൽ കയറി പരിശോധന നടത്തിയപ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കസ്റ്റമറെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കരുത് എന്നുള്ള രീതിയിൽ അവർ ആഹ്വാനം കൊടുത്ത് അവരെ കസ്റ്റമറെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഈ ഹോട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ മറ്റ് സ്ഥാപനങ്ങളിലും അവർ കയറിയിട്ടുണ്ട്, പരിശോധനയ്ക്കായി കയറിയിട്ടുണ്ട്. അവിടെ ഒന്നും ചിക്കൻ വിഭവങ്ങൾ ഇല്ലാതിരുന്ന കാരണം അവരെല്ലാ കടകളിലും പരിശോധന കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അടിയന്തര ജില്ലാ കമ്മിറ്റി കൂടിക്കൊണ്ടെടുത്ത തീരുമാനം, ബഹുമാനപ്പെട്ട കളക്ടർക്ക് നാളെ ഞങ്ങൾ നിവേദനം കൊടുക്കും. നമ്മുടെ സ്ഥാപനങ്ങളിൽ അംഗീകൃത ഫ്രോസൺ ചിക്കൻ വിൽക്കുവാനുള്ള അനുമതി നൽകിക്കൊണ്ട് ഈ ന്യൂ ഇയർ സമയത്ത് സ്ഥാപനങ്ങൾ തുറക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ളൊരു നിവേദനം ഞങ്ങൾ നാളെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് കൊടുക്കുകയാണ്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു പറഞ്ഞ പോലെ ന്യൂ ഇയർ വരികയാണ്, അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. അതിനിടയിൽ പക്ഷേ പക്ഷിപ്പനി വന്നാൽ അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നടപടിയിൽ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയും വരുന്നു. ഇതൊരു ഒരു തർക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? എന്താണ് അവസ്ഥ? ദിവിഷ് പറഞ്ഞതുപോലെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് അടുക്കുമ്പോൾ ആലപ്പുഴയിൽ പക്ഷി ഉണ്ടാകുന്നത് ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് സംബന്ധിച്ച് പല ആരോപണങ്ങളും ഉയരാറുണ്ട്. കാരണം ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ലോബികളാണ് ഇത്തരത്തിൽ രോഗം ഉണ്ടെന്ന് പ്രചരണം നടത്തുന്നത്. 2, ഈ ചില താറാവ് കർഷകർ തന്നെ ബോധപൂർവം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവിനാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയിരുന്നില്ല. പിന്നീട് ദേശീയ തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് കള്ളിങ് ഉൾപ്പെടെയുള്ള, അതായത് ഈ വളർത്തുമൃഗങ്ങളെ, താറാവിനെയും കോഴിയെയും മറ്റു വളർത്തുമൃഗങ്ങളെയും കൊന്നൊടുക്കുന്ന ജോലികൾ 2 ദിവസം മുൻപ് ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറച്ചിക്കും മറ്റും നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ ഹോട്ടൽ ഉടമകൾ പറയുന്നത് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ നൽകാതെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ ഹോട്ടലിൽ കയറി, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഉദ്യോഗസ്ഥർ കയറി ഇത്തരത്തിൽ പരിശോധന നടത്തുന്ന വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർക്ക്, കാരണം ഇത് ഇത്തരത്തിൽ വിപണനം നിരോധിക്കണം എന്നുള്ളത് കളക്ടറുടെ ഉത്തരവാണ്, അത് നടപ്പിലാക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദിവിഷ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു ഒരു ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർക്ക് നിയമം നടപ്പിലാക്കണം, ഹോട്ടലുകാർക്ക് കച്ചവടം നടത്തണം, അങ്ങനെയുള്ളൊരു ഒരു 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 അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിനൊരു പരിഹാരമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.